എല്ലാവർക്കും PSC ഗുരുകുലത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. 2025 നടന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് കൂടെ തന്നെ ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരുടെ മുഴുവൻ പേര് കാവാലം മാധവ പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഓപ്ഷൻ ഡി ഇന്ത്യ, ചൈന. 1954 ഏപ്രിൽ 19 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമായാണ് ഈ കരാർ ഒപ്പുവെച്ചത്. രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ഇവയെല്ലാമാണ് പഞ്ചശീല തത്വങ്ങൾ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ സി കാൺപൂർ. 1857 മെയ് 10 നടന്ന ഈ കലാപത്തിൻ്റെ പേരാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയാണ് ഈ കലാപം നടന്നത്. മഹാവിപ്ലവം, ഇന്ത്യൻ ലഹള, 1857 കലാപം എന്നിങ്ങനെ പല പേരുകളിലും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നു. 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1875 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഓപ്ഷൻ ബി ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലാണ് 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഓപ്ഷൻ എ ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ചക്രവാദം. ഓപ്ഷൻ സി ചക്രവാദം. ബാക്കിയുള്ള ചിനൂക്ക്, ലൂ, ഹാർമാറ്റൻ. ഇതിൽ ചിനൂക്ക് എന്ന് പറയുന്നത് അഥവാ ചിനൂക്ക് കാറ്റുകൾ വടക്കേ അമേരിക്കയിൽ നിലനിൽക്കുന്ന 2 തരം ചൂടുള്ള കാറ്റുകൾ. ഒന്ന് കോസ്റ്റൽ ചിനൂക്കുകൾ, 2 ഇൻറ്റീരിയർ ചിനൂക്കുകൾ. അടുത്തത് ലൂ. ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ചൂട് കൂടിയ ശക്തമായ കാറ്റാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ചൂട് കൂടിയ ശക്തമായ കാറ്റാണ് ലൂ. ഹാർമറ്റൻ. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നവംബർ അവസാനം മുതൽ മാർച്ച് പകുതി വരെ വീശുന്ന വരണ്ടതും പൊടി നിറഞ്ഞതുമായ വടക്ക് കിഴക്കൻ കാറ്റാണ് ഹാർമറ്റൻ. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നവംബർ അവസാനം മുതൽ മാർച്ച് പകുതി വരെ വീശുന്ന
വരണ്ടതും പൊടി നിറഞ്ഞതുമായ വടക്കു കിഴക്കൻ കാറ്റാണ് ഹർമറ്റൻ. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. എന്താണ് ക്ലിഫ്? എന്താണ് ക്ലിഫ്? ഓപ്ഷൻ എ, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി, ടെറായ്. നമ്പർ 11 സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിലും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഓപ്ഷൻ ബി, കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി, 2 and 3. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി, 1 and 3. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. കാൾ മാർക്സ് ആവിഷ്കരിച്ച സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. മിച്ചമൂല്യ സിദ്ധാന്തം കാൾ മാർക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തമാണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ, പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യത്തിനാണ് 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി, 1 and 2. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ഓപ്ഷൻ ബി, നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായ്, ചരൺ സിംഗ്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായ്, ചരൺ സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകളേതെല്ലാം? ഓപ്ഷൻ എ 1 and 2. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. പരുത്തി തുണിത്തരങ്ങളുടെ കേന്ദ്രമായതിനാലാണ് ബോംബെയെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബോംബെയെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിനുള്ള കാരണം പരുത്തി തുണിത്തരങ്ങളുടെ കേന്ദ്രമായതുകൊണ്ടാണ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭരണഘടന ഭേദഗതി. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടന ഭേദഗതി. ഓപ്ഷൻ ബി 91ാം ഭരണഘടന ഭേദഗതി. ഓപ്ഷൻ ബി 91ാം ഭരണഘടന ഭേദഗതിയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ എ പി.കെ. തുംഗൻ കമ്മിറ്റി. പി.കെ. തുംഗൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ എ പി.കെ. തുംഗൻ കമ്മിറ്റി. പി.കെ. തുംഗൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. 1988 ഈ കമ്മിറ്റി രൂപീകരിച്ചത്. പി.കെ. തുംഗനാണ് ചെയർമാൻ. ബാക്കിയുള്ള കമ്മിറ്റി കൂടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 1957 ജനുവരി 16 ഇന്ത്യ ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും പ്രവർത്തനം പരിശോധിക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അന്ന് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ബൽവന്ത് റായ് ജി മേത്ത. അടുത്തത് അശോക് മേത്ത കമ്മിറ്റി. 1977 ഡിസംബറിൽ ജനതാ സർക്കാർ അശോക് മേത്തയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ചതാണ് അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെക്കുറിച്ചായിരുന്നു ഈ കമ്മിറ്റി. അടുത്തത് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജിത് സിംഗ് സർക്കാരിയ ആണ് സർക്കാരിയ കമ്മീഷൻ്റെ ചെയർമാൻ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. ഓപ്ഷൻ ഡി സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. സംഘടനാ സ്വാതന്ത്ര്യവും പൊതുതൊഴിലിൽ തുല്യാവസരവുമാണ് ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന്
പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഓപ്ഷൻ ഡി സി വിജിൽ. ഓപ്ഷൻ ഡി സി വിജിലാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി കിരൺ റിജിജു. കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഓപ്ഷൻ എ ഫെബ്രുവരി 2. ഫെബ്രുവരി 2-നാണ് ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 28-നാണ് ദേശീയ ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28-നാണ്. ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5-നാണ്. ചോദ്യം നമ്പർ 30. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. ബാക്കിയുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരളത്തിൻ്റെ ഫിഷറീസ്, സാംസ്കാരിക, യുവജനക്ഷേമ വകുപ്പ് മന്ത്രി. വി എൻ വാസവൻ കേരളത്തിൻ്റെ സഹകരണ, ദേവസ്വം, തുറമുഖ വകുപ്പ് മന്ത്രി. കെ രാജൻ. കെ രാജനാണ് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9 കേരളത്തിൽ ആകെ 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ബി എൻ എസ് മാധവൻ. എൻ എസ് മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. എൻ എസ് മാധവൻ്റെ പ്രധാന കൃതികൾ ഹിഗ്ഗിറ്റ, തിരുത്ത്, ചൂളൈമേട്ടിലെ ശവങ്ങൾ, പഞ്ചകന്യകകൾ, ലണ്ടൻ ബത്തേരിയിലെ ലുധിനിയകൾ. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ജീവകം ഇ. ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. ബാക്കിയുള്ള ജീവകങ്ങളുടെ
ഉപയോഗം കൂടി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ജീവകം എ കണ്ണിൻ്റെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, ചർമ്മത്തിൻ്റെ ആരോഗ്യം, ശരീരകോശങ്ങളുടെ വളർച്ച എന്നിവയ്ക്ക് അത്യാവശ്യമായ പോഷകമാണ് വിറ്റാമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, ചർമ്മത്തിൻ്റെ ആരോഗ്യം, ശരീരകോശങ്ങളുടെ വളർച്ച എന്നിവയ്ക്ക് അത്യാവശ്യ പോഷകമാണ് വിറ്റാമിൻ എ. അടുത്തത് വിറ്റാമിൻ ഡി. എല്ലുകളുടെ ആരോഗ്യം, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് വിറ്റാമിൻ ഡി ആണ് അത്യാവശ്യം. എല്ലുകളുടെ ആരോഗ്യം, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് വിറ്റാമിൻ ഡി ആണ് അത്യാവശ്യം. വിറ്റാമിൻ ഇ ചർമ്മ സംരക്ഷണം, മുടിയുടെ ആരോഗ്യം എന്നിവയ്ക്ക് വിറ്റാമിൻ ഡി ആണ് അത്യാവശ്യം. ചർമ്മ സംരക്ഷണം, മുടിയുടെ ആരോഗ്യം എന്നിവയ്ക്ക് വിറ്റാമിൻ ഇ ആണ് അത്യാവശ്യം. അടുത്തത് വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കൽ, എല്ലുകളുടെ ആരോഗ്യം, ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് വിറ്റാമിൻ കെ ആണ് അത്യാവശ്യം. രക്തം കട്ടപിടിക്കൽ, എല്ലുകളുടെ ആരോഗ്യം, ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് വിറ്റാമിൻ കെ ആണ് അത്യാവശ്യം. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ രോഗം കോളറ, രോഗകാരി വൈറസ്, എലിപ്പനി, ലെപ്റ്റോസ്പൈറ. ബാക്കിയുള്ള രോഗങ്ങളും അവയുടെ രോഗകാരികളും എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ക്രബ് ടൈഫസ് അല്ലെങ്കിൽ ചെള്ളുപനി, ഓറിയൻഷ്യ സുസുഗാമുഷി എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. ഓറിയൻഷ്യ സുസുഗാമുഷി എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. എലി, അണ്ണാൻ, മുയൽ തുടങ്ങിയ മൃഗങ്ങളുടെ ശരീരത്തിൽ കാണുന്ന ചിഗർ മൈറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെള്ളുകൾ വഴിയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. കുരങ്ങുപനി അല്ലെങ്കിൽ മങ്കി പോക്സ് ഇതൊരു വൈറൽ രോഗമാണ്. കുരങ്ങുപനി അല്ലെങ്കിൽ മങ്കി പോക്സ് ഇതൊരു വൈറൽ രോഗമാണ്. ടിക് എന്ന പ്രാണികളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ടിക് എന്ന പ്രാണികളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ഓപ്ഷൻ ബി ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ചോദ്യം, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. അടുത്തത് ചോദ്യം നമ്പർ 40. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻ ഡി സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം. ഓപ്ഷൻ എ നൈജീരിയ. നൈജീരിയയാണ് മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം. ചോദ്യം നമ്പർ 42. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കൂട്ടത്തിൽ പെടാത്തത് ഏത്?
ഓപ്ഷൻ സി സെക്കൻഡ്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുമ്പിൽ 10 cm അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 cm അകലെ രൂപപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ -8 സെൻറ്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ ഇടയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ഓപ്ഷൻ എ മുംബൈ. മുംബൈയാണ് ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. ഓപ്ഷൻ ബി ഇറ്റലി. അടുത്ത ചോദ്യം, കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് കാരണമാണ് കുമ്മായമടിച്ച ചുവരിൽ തിളക്കം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കും? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കും? ഓപ്ഷൻ എ FeCl3H2 അഥവാ ഫെറിക് ക്ലോറൈഡ് ഹൈഡ്രജൻ. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ ഫെറിക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം. ഓപ്ഷൻ ഡി 10. 10 എണ്ണമാണ് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം. അടുത്ത ചോദ്യം, ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമാനൈറ്റ്. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമാനൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ടൈറ്റാനിയം ഡയോക്സൈഡ്. അടുത്ത ചോദ്യം, അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്നുയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്നുയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം. പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? ഓപ്ഷൻ സി PJ ആൻ്റണി. സിനിമ നിർമാല്യം. സംവിധാനം ചെയ്തത് MT വാസുദേവൻ നായർ. ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? ഓപ്ഷൻ എ മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ചോദ്യം നമ്പർ 55. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? ഓപ്ഷൻ ബി EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണനാണ് മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഓപ്ഷൻ ബി ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്?
ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏകദിന ക്രിക്കറ്റിലെ ഡബിൾ സെഞ്ചുറി. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ്. ജയ്പാൽ സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ. ചോദ്യം നമ്പർ 59. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിന്? പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിന്? ഓപ്ഷൻ ബി ബ്രൗസിംഗ് ചരിത്രം സൂക്ഷിക്കാൻ. അടുത്ത ചോദ്യം HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. ഓപ്ഷൻ ഡി IMG. ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി റൗട്ടർ. റൗട്ടർ ഉപയോഗിച്ചാണ് ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നത്. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. ഓപ്ഷൻ ബി സർട്ടീൻ. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഓപ്ഷൻ ഡി സ്കാനർ. സ്കാനറാണ് ഇൻപുട്ട് ഉപകരണം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ഡി 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഓപ്ഷൻ എ ഒരു തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? ഓപ്ഷൻ ബി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി എന്താണ് നമുക്ക് നോക്കാം. ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസാണ് 5ാമത്തെ അധ്യക്ഷയായിരുന്നത്. ലളിത കുമാരമംഗലമാണ് 8ാമത്തെ അധ്യക്ഷയായിരുന്നത്. രേഖ ശർമ്മ. രേഖ ശർമ്മയാണ് ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ. അടുത്ത ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ചോദ്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻ ബി 6. 6 അംഗങ്ങളാണ് ചെയർപേഴ്സണെ കൂടാതെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ഉള്ള അംഗങ്ങളുടെ എണ്ണം. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഓപ്ഷൻ സി 150. ചോദ്യം നമ്പർ 71. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഓപ്ഷൻ ഡി 45. z = x + y ൽ z = -10 y = 3 ആയാൽ z എത്ര? z = x + y ൽ x = -10 y = 3 ആയാൽ z എത്ര? ഓപ്ഷൻ ബി -7. ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത്?
താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 16. നമ്പർ 74. 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? ഓപ്ഷൻ സി 19. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? ഓപ്ഷൻ എ 35. വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻ സി 23. അടുത്ത ചോദ്യം 18 - 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4. ഉത്തരം എത്രയാണ്? 18 - 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4. ഓപ്ഷൻ എ 10. -2/3 ഇൻറ്റു 3/5 ഉത്തരം എത്രയാണ്? -2/3 ഇൻറ്റു 3/5. ഓപ്ഷൻ സി -8/75. അടുത്ത ചോദ്യം 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? ഓപ്ഷൻ ബി 18.69. ചോദ്യം നമ്പർ 80. 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10-ാം പദം എത്ര? 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10-ാം പദം എത്ര? ഓപ്ഷൻ എ 512. ചോദ്യം നമ്പർ 81. മോഡേൺ ടെക്നോളജി മേക്ക് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു eavesdrop on electronic communication. Find the option that is closest in meaning to the underlined word. ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ചോദ്യം ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്? ചൂസ് ദ സ്യൂട്ടബിൾ റിലേറ്റീവ് പ്രൊനൗൺ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ഹൂ. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഹൂ ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്? മാർട്ടിൻ ate the dash amount of shawarma at the party, preferring to snack on vegetables. Choose the superlative form of the adjective from the option. ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ലീസ്റ്റ്. മാർട്ടിൻ ate the least amount of shawarma at the party, preferring to snack on vegetables. ചോദ്യം നമ്പർ 84. Pursuing a graduate degree from a reputable institution, these take and cost an arm and a leg. Identify the meaning of the idiom underlined. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി എക്സ്പെൻസീവ്. ചോദ്യം നമ്പർ 85. Which of the following words is an example of compound word consisting of a verb plus adverb pattern? ഓപ്ഷൻ എ ബ്രേക്ക് ത്രൂ. ചോദ്യം നമ്പർ 86. The dash of the royal family still preserve their tradition and cultural heritage. Pick out the correctly spelled word. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം This cloth used to fade when washed. Use the most suitable question tag. ഓപ്ഷൻ ഡി didn't it. This cloth used to fade when washed. Didn't it. ചോദ്യം നമ്പർ 88. Close the window. Change into passive voice. ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം The principal ordered a of paper to print the students' hall tickets. Fill in the blank using the most suitable collective noun from the options given. Option C ream. The principal ordered a ream of paper to print the students' hall tickets. ചോദ്യം നമ്പർ 90. The manager asked Raji, why didn't you come to the office yesterday? The manager asked Raji dash. Complete the reported speech. Option C. The manager asked Raji,
വൈ ഷീ ഹാഡൻറ്റ് കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. ചോദ്യം നമ്പർ 91. വിൺ പ്ലസ് തലം ഈക്വൽ ടു വിൺതലം. സന്ധി ഏത്? ഓപ്ഷൻ ബി ആദേശസന്ധി. ക്ലീംബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി മഞ്ഞ്. ശരിയല്ലാത്ത വിപരീത പദരൂപം ഏത്? ഓപ്ഷൻ ഡി ഉപജയം ഇൻറ്റു അപജയം. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് എവ? ഓപ്ഷൻ എ അ ഇ എ ആണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത്. ചോദ്യം, ചതിയില്ലാത്തിടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ ബി ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. ചോദ്യം നമ്പർ 97. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കവി കവിത്രി. അടുത്ത ചോദ്യം, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദമേത്? ഓപ്ഷൻ സി പിപ്പടിഷു. പിപ്പടിഷു ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റ പദം. ചോദ്യം നമ്പർ 99. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി സലിംഗ ബഹുവചനം. ചോദ്യം നമ്പർ 100. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമേത്? ഈ കടങ്കഥയുടെ ഉത്തരം ഓപ്ഷൻ ഡി തെങ്ങ്.